ഫീച്ചേഴ്സ് ഓഫ് ഹോർമോൺസ് ആണ് ഈ ടോപ്പിക്ക്. ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു ടോപ്പിക്കൊന്നുമല്ല, ജസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പ്രണവിയുടെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിലിപ്പോൾ കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്കും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഏറിപ്പോയാൽ ഒരു 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അതിൽ കൂടുതലൊന്നും ഇതിന്ന് ചോദിക്കാനൊന്നുമില്ല. ഫീച്ചേഴ്സാണ് ഹോർമോൺസിൻ്റെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഹോർമോൺസിനെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഭാഗം. അപ്പോൾ അത്ര വലിയൊരു ഇതുള്ള ഭാഗമൊന്നുമല്ല. ഓക്കെ, ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് റെഗുലേറ്റേഴ്സാണ്. ഓർഗാനിക് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെ കാർബൺ ഇതൊക്കെ ആയിട്ട് എന്താ പറയുക, കാർബൺ അടങ്ങിയിട്ടുള്ള അതിനാണ് നമ്മൾ ഓർഗാനിക് എന്ന് പറയാറില്ല. ഓർഗാനിക്കായിട്ട് അതുകൊണ്ട് ഓർഗാനിക് എന്ന് നമ്മൾ കാർബൺ അടങ്ങിയ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ശരീരത്തിൽ ഉണ്ടാകുന്നതിനെയൊക്കെ നമ്മൾ ഓർഗാനിക് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള റെഗുലേറ്റേഴ്സാണ്. അത് റെഗുലേറ്റേഴ്സാണ്, അത് മനസ്സിലാക്കാം. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെക്രീറ്റ് ചെയ്യുന്നതും എൻഡോക്രൈൻ സെൽസാണ്. മോസ്റ്റ് കേസിലും എൻഡോക്രൈൻ സെൽസ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും കൂടെ എന്താ പറയുക, ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇതിലും വരുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും വരാനൊന്നുമില്ല. പിന്നെ ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, സെർവ് ചെയ്യുന്നത്. അത് സർക്കുലേറ്റ് ചെയ്യുന്നത് ബ്ലഡിലൂടെയാണ്. ബ്ലഡിൽ നിന്ന് അത് ടിഷ്യൂവിലെത്തുന്നു. അതേപോലെ ടിഷ്യൂവിലേക്ക് പോയിട്ട് അത് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനെ സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോർമോണ് ആക്ട് ചെയ്യുന്നത് ടാർഗറ്റ് ടിഷ്യൂവിലാണ്. ടാർഗറ്റ് ടിഷ്യൂവിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, ബൈൻഡ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് റിസപ്റ്റർ മോളിക്യൂൾസുമായിട്ടാണ്. ഈ ഒരു സ്പെസിഫിക് റിസപ്റ്റർ മോളിക്യൂൾസ് സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ മെംബ്രെയിനിലാണ്. പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സൈറ്റോപ്ലാസം, അതും അല്ലെങ്കിൽ ന്യൂക്ലിയസ്. നമ്മുടെ സെല്ലിലെ പ്ലാസ്മ മെംബ്രെയിനിലോ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിലോ അല്ലെങ്കിൽ ന്യൂക്ലിയസിലോ സ്ഥിതി ചെയ്യുന്ന സ്പെസിഫിക് റിസപ്റ്റർ മോളിക്യൂൾസുമായിട്ട് പോയിട്ട് ഈ ഹോർമോൺസ് ബൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോർമോണിൻ്റെ ആക്ഷൻസ് യൂഷ്വലി സ്ലോ ആൻഡ് സ്റ്റഡി ആണ്. പിന്നെ അതേപോലെ ഒന്നുകിൽ പെർസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പെർസിസ്റ്റൻ്റ് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള എഫക്ട്സ്, ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന പെർമനൻ്റ് ആയിട്ടുള്ള എഫക്ട്സ് ആണ് ഈ ഒരു ഹോർമോണൽ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് സ്ലോ ആൻഡ് സ്റ്റഡി ആണ്. സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ ആണെങ്കിലും അത് ഒരുപാട് സമയം പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പെർമനൻ്റ് ആയിട്ടുള്ള എഫക്ട്സ് ആണ് അതുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഹോർമോൺസിൻ്റെ ഫീച്ചേഴ്സ്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ ഹോർമോൺസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ അതേപോലെ ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കെമിക്കൽ നേച്ചറാണ്. അതും കൂടെ കൂടിയിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കായിട്ട് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നും എന്തെങ്കിലുമൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊരു 4 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതേണ്ട ഭാഗമാണ്. ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇനി വരാനുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ വരും. അപ്പോൾ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഗ്ലാൻഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗം പഠിക്കേണ്ടെന്നല്ല, ജസ്റ്റ് ഇൻട്രോ ലെവലിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പഠിപ്പ് ഇവിടെ പഠിക്കേണ്ടതുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ.